Hello, Assalamu alaikum. Parlimali students, how are you? സുഖല്ലേ? കുറേ ആയല്ലേ നമ്മൾ സംസാരിച്ചിട്ടില്ലേ? അപ്പോഴേ നമ്മളെ ഈ ജീവിതത്തിൽ നമ്മൾ സയൻസിനെ പറ്റി പറയുമ്പോൾ ഇപ്പം പല നിഗമനങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പം 2022 നോബൽ പ്രൈസ് കിട്ടിയ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അയാളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അയാൾ കണ്ടുപിടുത്തത് വെച്ചാൽ നമ്മളെ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഇല്യൂഷനാണ്. എല്ലാം മായ. പണ്ടത്തെ സൂഫിമാരൊക്കെ പറഞ്ഞില്ലേ ഇതൊക്കെ മായയാണ്. അതേമാതിരിയുള്ള ഒരു കൺക്ലൂഷനിലൊക്കെ അയാൾ പോയിട്ടുള്ളത്. അതിനാണ് നോബൽ പ്രൈസ് കിട്ടിയത്. അത് ഇതൊന്നും ഇല്ല, ഒക്കെ ഒരു ഇല്യൂഷനാണെന്ന് അയാൾ പറഞ്ഞത്. അപ്പോൾ ആകെ കൺഫ്യൂഷനാണ്. അതിപ്പോൾ നമ്മൾ സയൻസിൽ ഇപ്പോൾ ഫിസിക്സിൽ പറയുകയാണെങ്കിൽ അതിൽ 2 സെക്ഷനായിട്ട് കാണാം നമുക്ക്. ഒന്ന് ക്ലാസിക്കൽ ഫിസിക്സ്, മറ്റേത് ക്വാണ്ടം ഫിസിക്സ് അല്ലേ. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, നമുക്കറിയാലോ ഇത്. അതായത് ക്ലാസിക്കൽ ഫിസിക്സ് പറഞ്ഞാൽ വലിയ ന്യൂട്ടൻ്റെയും എഡിസൻ്റെ ഒക്കെ സമയത്തുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു സയൻസ്. അതിൽ പല മെക്കാനിസങ്ങൾ, അതിൻ്റെ ബലം, അതായത് ഫോഴ്സുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ബാഹ്യമായിട്ടുള്ള വലിയ വലിയ യന്ത്രങ്ങളെ പറ്റിയുള്ളൊരു പഠനമാണ് ക്ലാസിക്കൽ ഫിസിക്സ്. എന്നാൽ ക്വാണ്ടം ഫിസിക്സ് പറഞ്ഞാൽ അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള പഠനമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ക്വാണ്ടം ഫിസിക്സിലാണ് ഇപ്പോൾ ഇയാൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് ക്വാണ്ടം ഫിസിക്സിൻ്റെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ പോയാൽ നമുക്ക് തോന്നുന്നു നമ്മൾ വല്ല പൂജാരിൻ്റെ അടുത്ത് പോയെന്ന്. അങ്ങനെയാണ് അവരുടെ നിഗമനങ്ങളൊക്കെ വളരെ അത്ഭുതകരം. അപ്പം അവരിങ്ങനെ പോയി ഒടുത്തിന്ന്. കാരണം നമ്മളെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ, ഒരു വളരെ ആത്മീയ ഗുരുക്കളന്മാരൊക്കെ അല്ലേ, അതേമായിട്ട് പല കാര്യങ്ങളും അവർ പറയും ഈ ക്വാണ്ടം ഫിസിക്സിൻ്റെ ആൾക്കാർ. ആ ക്വാണ്ടം ഫിസിക്സ് പറഞ്ഞാൽ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പഠനമാണ് ക്വാണ്ടം ഫിസിക്സ്. ഓക്കെ, അതിൽ ഇപ്പം ഈ ക്വാണ്ടം ഫിസിക്സ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് സ്ട്രിങ് തിയറി അല്ലേ. സ്ട്രിങ് തിയറി ലേറ്റസ്റ്റ് അല്ല, അതിലും ശേഷം വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രിങ് തിയറിനെ പറ്റി ഇപ്പോൾ പലരും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ സ്ട്രിങ് തിയറി? കാരണം ഇപ്പം നമ്മളെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള സാധനം നമ്മളെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ എന്തുകൊണ്ടാണ്? ആറ്റം കൊണ്ട് അല്ലേ. ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ആറ്റത്തിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് അല്ലേ. പ്രോട്ടോൺസ് നടുവിലും ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണും, ഇതാണ് ഒരു ആറ്റം. എന്നാൽ പിന്നീട് അതിൻ്റെ ഉള്ളിൽ ഒരു പ്രോട്ടോൺ എടുത്തിട്ട് പ്രോട്ടോൺ നമ്മൾ പിന്നെയും പൊളിച്ചുള്ളിലേക്ക് നോക്കിയാൽ അതാ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഉള്ളിലേക്ക് നോക്കിയാൽ പിന്നെ കാണുന്നത് കോഡ്സാണ്. അത് ചെറിയ കോഡ്സ് ഇങ്ങനെ കറങ്ങുന്ന കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കോഡ്സിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഈ കോഡ്സിനും പിന്നെയും നമ്മൾ പൊളിച്ചു നോക്കിയാൽ എന്താ കാണാം? അതിനുള്ളിൽ സ്ട്രിങ്സ് ആണ്. അപ്പോൾ സ്ട്രിങ്സ് പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ വയലിനും ഇതിനൊക്കെ ഉള്ള സ്ട്രിങ് ഇല്ലേ അങ്ങനെ മുട്ടുന്നത്, അങ്ങനത്തെ സ്ട്രിങ്സ് ആണ്. സ്ട്രിങ്സ് പറഞ്ഞാൽ അതൊരു ഫിസിക്കലുള്ള സ്ട്രിങ് അല്ല, അതൊരു എനർജി സ്ട്രിങ്സ് ആണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ സ്ട്രിങ്സിന് ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു ഗിറ്റാറിൻ്റെ ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഗിറ്റാറിൻ്റെ മുകളിൽ ആ സ്ട്രിങ്ങിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ വിരലിങ്ങനെ തൊട്ടാൽ അതിൻ്റെ മുകളിൽ ശബ്ദം ഉണ്ടാവും അല്ലേ. ആ ഓരോരോ സ്ട്രിങ്ങിൻ്റെ മുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദം വരിക. അതാണ് ഗിറ്റാർ ഇങ്ങനെ വായിക്കുമ്പോൾ ആ ഗിറ്റാറിൽ ഓരോ സ്ട്രിങ്ങിനും ഓരോ ശബ്ദം ഉണ്ട് ഇല്ലേ. അതുപോലെ തന്നെ നമ്മളെ ഈ കോഡ്സിൻ്റെ ഉള്ളിലുള്ള ഈ സ്ട്രിങ്സ്, എനർജി സ്ട്രിങ്സിന് അതിനും ഒരു മ്യൂസിക് ഉണ്ട്. അത് മ്യൂസിക് കേൾക്കാൻ കഴിയില്ല, പക്ഷെ അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള മ്യൂസിക് ഉണ്ട് അതിന്. അത് ആ സ്ട്രിങ് ഇങ്ങനെ നമ്മൾ ചലിപ്പിച്ചാൽ അതിന് ഒരു മ്യൂസിക് വരും. അപ്പം അങ്ങനെ ഒരു പറഞ്ഞ ഈ പ്രപഞ്ചം മുഴുവനും ഒരു സിംഫണിയാണെന്ന് അവർ പറഞ്ഞ് മ്യൂസിക്കിൻ്റെ. കാരണം എല്ലാ ഓരോ സാധനത്തിനും വ്യത്യസ്തമായിട്ടുള്ള ചലനങ്ങൾ ആ സ്ട്രിങ്സുകൾ. അപ്പോൾ ഓരോ വസ്തുവിനും അതിൻ്റെ സ്ട്രിങ്സിൽ നമ്മൾ വിരലുണ്ടാക്കേണ്ട എത്ര ചെറുതാണ്. അപ്പോൾ നമ്മളത് ഒന്ന് ചലിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിൽ നിന്ന് വരുന്ന മ്യൂസിക് അല്ലെങ്കിൽ അതിൻ്റെ എന്താ താളാത്മകത എന്താ പറയുന്നത്, അത് വ്യത്യസ്തമാണ് ഓരോ വസ്തുവിനും. അപ്പം നമുക്കുള്ള ഇപ്പം പുതിയ പല ശാസ്ത്രജ്ഞന്മാരും ഈ ശരിക്കും നമ്മൾ സൂക്കട് വന്നാൽ, നമുക്കൊരാൾക്കൊരു സൂക്കട് വന്ന് ആ സൂക്കട് വന്നാൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് ഏതോ ഒരു
പിന്നെ കോഡ്സിലുള്ള അയാൾ ആറ്റത്തിനുള്ളിലുള്ള ഏതോ ഒരു കോഡ്സിൽ അല്ലെ ഒരു വിഭാഗം കോഡ്സിന് അതിൻ്റെ സ്ട്രിങ്സ് പിന്നെ താളം തെറ്റിയുള്ള. അപ്പം സാധാരണ പല വിധത്തിലുള്ള പിന്നെ ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റിൻ്റെ അടുക്ക് ഒരു പിന്നെ ചികിത്സ കൊടുത്തിരുന്നു. അതായത് ഒരു തരം മെഷീൻ ഉപയോഗിച്ചിട്ട് പിന്നെ ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രിങ് മ്യൂസിക് നമ്മൾ ഇതിലേക്ക് ഈ കടത്തിവിട്ടാൽ അപ്പം നമ്മൾ സൂക്കട് മാറുന്നു. അങ്ങനെ ആ സ്ട്രിങ്ങിൻ്റെ ചലനങ്ങൾ പിന്നെ കറക്റ്റ് ആ ചലനങ്ങളിൽ വ്യത്യാസമാണ് നമ്മൾ സൂക്കടുകളൊക്കെ പറഞ്ഞ എൻ്റെ ഉദ്ദേശം. അപ്പം അങ്ങനെ പല കേൾക്കുമ്പോൾ നമുക്ക് ഭ്രാന്ത് തോന്നും, കാരണം ഇതൊക്കെ എന്തൊക്കെയാണെന്ന് തോന്നും. അതുപോലെ തന്നെ ഇവരെ പിന്നെ വേറെ കാര്യമുള്ളത് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്നുള്ള സംഗതി. ക്വാണ്ടം ഈ ക്വാണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടം എന്ന് പറഞ്ഞാൽ ക്വാണ്ടിഫൈ ചെയ്യാനുള്ള, അതായത് ഇപ്പം നമ്മളൊരു സയന്റിഫിക് എവിഡൻസ്, നമ്മളൊരു ശാസ്ത്രത്തിന് ഒരു കാര്യം കണ്ടുപിടിച്ചാൽ അത് എപ്പോഴാണ് ഫൈനലൈസ് ആവുന്ന വെച്ചാൽ അതൊരു പിന്നെ ഒരു മാത്തമാറ്റിക്സ് ഫോർമുലയിൽ വരുമ്പോഴാണ്. അല്ല മാത്തമാറ്റിക്സ് ഫോർമുല വരുന്നില്ല ഒരിക്കലും ആ ശാസ്ത്രത്തിന് ഒരിക്കലും ഒരു സയന്റിഫിക് മാഗസീനിൽ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ഞാനിങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട്, കാരണം ആ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഒരു മാത്തമാറ്റിക് ഫോർമുല ആക്കണം, അപ്പോഴാണ് അത് ഫൈനലൈസ് ആവുന്നത്. ഇപ്പം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പിന്നെ റിലേറ്റിവിറ്റി തിയറി, അതിൻ്റെ പിന്നെ ഫോർമുലയാണ് E=mc², അല്ലേ? അതാണ് അതിൻ്റെ ഫൈനൽ. അതിൻ്റെ മുകളിലാണ് അതാണ് ആ തിയറിൻ്റെ ഫൈനലായിട്ടുള്ള ഇക്വേഷൻ. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് പല ആറ്റം ബോംബും പലതും ഉണ്ടാക്കിയിട്ട് പിന്നെ ന്യൂക്ലിയർ റിയാക്ടേഴ്സും ഒക്കെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലേ, അത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറിയാണ് E=mc². അതേമാതിരി എല്ലാ കണ്ടുപിടുത്തങ്ങളും അതൊരു ഇക്വേഷനായി മാറുമ്പോഴാണ് അത് ഫൈനലാവുന്നത്. ശരി, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഈ പിന്നെ സ്ട്രിങ് തിയറിയിൽ പിന്നെ പറഞ്ഞു വെച്ചാൽ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള പിന്നെ പ്രോട്ടോണിൻ്റെ ഉള്ളിലുള്ള പിന്നെ കോഡ്സിൻ്റെ ഉള്ളിലുള്ള സ്ട്രിങ്സ് ആണ്. ഈ സ്ട്രിങ്സിൻ്റെ മ്യൂസിക്കിൽ വരുന്ന വ്യതിയാനങ്ങളാണ് നമ്മൾക്ക് സുഖം ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് ആ മ്യൂസിക് കറക്റ്റ് ചെയ്താൽ, പക്ഷേ മ്യൂസിക്കിൻ്റെ ഉള്ളിലേക്ക് മ്യൂസിക് അങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നുള്ള അറിയില്ല, അതിന് എന്ത് വഴി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അത്ഭുതമാണ്. അപ്പം ഈ ശാസ്ത്രത്തിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ശാസ്ത്രത്തിലൊരു കാര്യം പറഞ്ഞാൽ ഫൈനലല്ല, അത് പിന്നെയും മാറിക്കൊണ്ടിരിക്കും. അത് നമ്മൾ ഖുറാനിലും ഹദീസൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഫൈനലാണ്. അത് പിന്നെ കാരണം അങ്ങനത്തെ കാര്യങ്ങളെ പറയുള്ളൂ ഖുറാൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രഗ്രന്ഥമല്ല. ഖുറാൻ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ നമുക്ക് വഴികാട്ടിയായിട്ടുള്ള ഗ്രന്ഥമാണ്, അല്ലേ? പക്ഷെ അതിൽ ചില പോയിന്റുകളിലൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള ചില നിഗമനങ്ങൾ പറയേണ്ടി വരും, അല്ലേ? അങ്ങനെ പറയേണ്ടി വന്നാലും അതൊരിക്കലും ഒരു പിന്നെ കോൺട്രഡിക്ഷൻ വരില്ല, കാരണം അത് ഫൈനലായിട്ട് നോക്കിയിട്ട് പഠിച്ചാലല്ലേ ഇരുന്ന്. പക്ഷെ അതല്ല, നമ്മുടെ ശാസ്ത്രത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടെത്തിയ കാര്യങ്ങൾ പിന്നെ മാറാൻ സാധ്യതയുണ്ട്, പിന്നെ മാറും, അങ്ങനെ ഉണ്ടാവും. ഈ ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രസന്റ് ചെയ്ത തിയറി എന്താ വെച്ചാൽ, പ്രകാശത്തെക്കാൾ വേഗതയിൽ ഒരു സാധനം സഞ്ചരിക്കില്ല എന്നാണ്, ഒരിക്കലും സാധ്യമല്ല എന്നാണ്, ഫൈനലാണ്. അങ്ങനെ ഇത് കുറേ കാലം അതങ്ങനെ നിന്നത്. പക്ഷെ ഇപ്പം അതിൽ കുറച്ചൊരു സംശയങ്ങൾ വന്നു തുടങ്ങിയത്, കാരണം ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റിൽ പിന്നെ ഈ പാർട്ടിക്കിൾസ്, അതായത് നമ്മളിപ്പം പിന്നെ ഒരു സബ് ആറ്റോമിക് പാർട്ടിക്കിൾ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ മാതിരി സ്ട്രിങ്, ഇതിൻ്റെ മുകളിൽ നമ്മൾ പിന്നെ ഇതിൻ്റെ ഒരു പെയർ ഉണ്ടെങ്കിൽ, ഒരു പാർട്ടിക്കിളിന് ഒരു പെയർ ഉണ്ടാവും. ഈ പെയർ എത്ര ദൂരം കൊണ്ട് വെച്ചാലും, നമ്മളിപ്പം എത്ര നമുക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത എത്ര ദൂരത്ത് കൊണ്ട് വെച്ചാലും ഈ പെയർ ഇതിൽ വരുന്ന ഒരു മാറ്റം അവിടെ വരുന്നതാണ്. അപ്പം അത് എങ്ങനെ സഞ്ചരിക്കുന്നതല്ല, കാരണം നമ്മളിപ്പോൾ ഈ ഒരു പിന്നെ എൻറ്റാങ്കിൾമെന്റിലുള്ള രണ്ട് ആറ്റങ്ങൾ, അതിലൊരാറ്റത്തിൻ്റെ പിന്നെ നമ്മൾ നോക്കുമ്പോഴാണ് ചേഞ്ച് ചെയ്യുക, അതൊരു പ്രശ്നമാണ്. നമ്മൾ പ്രാർത്ഥനയെ പറ്റിയുള്ള പറഞ്ഞില്ലേ, അത് നമ്മളൊരു കാര്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് അത് ചേഞ്ച് ആവുക. ഈ ക്വാണ്ടം പാർട്ടിക്കിൾസ് നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ, നമ്മൾ അതിനെ വാച്ച് ചെയ്യുന്നുണ്ട് കണ്ട അപ്പം അത് അതിങ്ങനെ ചലിച്ചു കൊടുക്കല്ലേ, ആ ചലനം മാറിയിട്ട് ഇങ്ങനെ ആവും, ചിലപ്പോൾ ഇങ്ങനെ ആവും. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോഴാണ് വരിക, നമ്മളതിനെ എങ്ങനെയെങ്കിലും വാച്ച് ചെയ്യുന്നതെന്ന് തോന്നിയാൽ അപ്പം അത് പിന്നെ ചേഞ്ച് ആവും. അപ്പം അങ്ങനെ ചേഞ്ച് ആയാൽ ഇപ്പം നമ്മളിവിടുന്ന് സഞ്ചരിക്കുക നമ്മളെ പിന്നെ നമ്മളെ ഗാലക്സി ഒക്കെ വിട്ടിട്ട് ഗാലക്സി ക്രോസ് ചെയ്യാൻ 100 കോടി വർഷങ്ങൾ വേണം നമ്മൾക്ക് ഗാലക്സി ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ, അല്ലേ? അങ്ങനെ നമ്മൾ 100 കോടി വർഷങ്ങൾ സഞ്ചരിച്ചിട്ട് പിന്നെ വേറൊരു ഗാലക്സിയിലെത്തി, ആൻഡ്രോമേഡിയ.
ആൻഡ്രോമീഡ ഗാലക്സിയിൽ അവിടെ ഒരു വെച്ചാൽ അങ്ങോട്ട് സഞ്ചരിക്കാൻ ചെയ്ത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണം അവിടെ എത്തണമെങ്കിൽ. നമ്മൾ ലൈറ്റ് പ്രകാശവേഗതയിൽ പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സാധാരണ പോകാൻ കഴിയില്ല, പ്രകാശവേഗതയിൽ പോവുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് അത് അവിടെ എത്തുന്നത് അല്ലേ. അതേ സമയത്ത് ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റിൽ നമ്മൾ ഒരു പാർട്ടിക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു പാർട്ടിക്കിൾ ഈ ആൻഡ്രോമീഡ ഗാലക്സിയിലാണെങ്കിൽ ഇൻസ്റ്റന്റ്ലി അവിടെ അത് മാറും. ഇവിടെ എന്തെങ്കിലും മാറ്റം വന്നാൽ അതേ അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, ഈ ഇൻഫർമേഷൻ അങ്ങോട്ട് എത്ര ദൂരം? അപ്പോൾ അതൊക്കെ ഒരു അത്ഭുതമാണ്. അത് ഇതിനൊരു കോൺട്രാഡിക്ഷനാണ്. നമ്മളെ പ്രകാശത്തിനെക്കാട്ടിയും വേഗത്തിൽ ഒന്നും സഞ്ചരിക്കാൻ പറ്റുന്നുള്ള ഇല്ല എന്നുള്ള തിയറിക്ക് കോൺട്രാഡിക്ഷനാണ്. അതിപ്പോഴും അതിൻ്റെ പ്രിലിമിനറി സ്റ്റേജിലാണ്. പക്ഷെ അതൊക്കെ ഒരു വലിയ അത്ഭുതങ്ങളായി വരാൻ പോവാണ്. ശരി, അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് സയൻസ് പറഞ്ഞാൽ ഒരു ഫൈനലല്ല, എല്ലാത്തിനും ഒരു പരിധി ഉണ്ട്. കഴിഞ്ഞാൽ പിന്നെ അത് മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മളെ ഖുർആനിലും ഹദീസിലുള്ള കാര്യങ്ങൾ ഒരിക്കലും മാറില്ല. കാരണം അത് ഫൈനലായിട്ടുള്ള കാര്യങ്ങൾ പറയുള്ളൂ, അല്ലേ പറയില്ല. കാരണം അത് പറയേണ്ട ആവശ്യമില്ല. സയൻസ് ബുക്കല്ല ഖുർആൻ എന്ന് പറഞ്ഞാൽ, അല്ലേ. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വഴികാട്ടിയായിട്ടുള്ള ബുക്കാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് പറഞ്ഞാൽ എന്താകുമ്പോൾ മനസ്സിലായില്ല. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ സ്റ്റഡി നടത്തുക. നമ്മളിപ്പോൾ ഞാനൊരു കാര്യം പറയുമ്പോഴേ അത് വെറുതെ നിങ്ങൾക്കൊരു ഇരുട്ട് തരാണ്, ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഇൻഫർമേഷൻ. അപ്പോൾ അത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റഡി ചെയ്യുക എന്താണത്, ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്താണ്, അത് എങ്ങനെയാണ് അത് ചലനം. ഇപ്പോൾ നമ്മൾ ഒരു സാധനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അത് മാറുന്നുണ്ട്, അതിൻ്റെ ഘടന മാറുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, അതൊരു നമ്മളെ അതിനെപ്പറ്റി പറയുമ്പോൾ കുറച്ചാണ്ട് പോവും. പ്രാർത്ഥന നമ്മളെ വിശ്വാസങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അതിൻ്റെ ബന്ധമുണ്ടെന്നാണ് കാണിക്കുന്നത്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു പ്രത്യേക ഐഡിയലിന് നമ്മളതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അതിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലേ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങനെ ഒരു വലിയൊരു എൻറ്റിറ്റി. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം വരികയാണ്. ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അതായിട്ട് ബന്ധമുണ്ടെന്നാണ് കാണിക്കുന്നത്. നമ്മളെ വിശ്വാസം, നമ്മളെ കോൺസെൻട്രേഷനും ഇതിൻ്റെ ഒക്കെ ആയിട്ട് ബന്ധമുണ്ടെന്നാണ് കാണിക്കുന്നത്. ഈ നമ്മളെ ബോഡിയും ഇവിടെ ഈ പ്രപഞ്ചത്തായിട്ട്. പിന്നെ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ബോഡീൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഈ പ്രപഞ്ചം നമ്മളെ ബോഡി പറഞ്ഞാൽ കംപ്ലീറ്റ് പ്രപഞ്ചമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സാധനമാണ്, മനസ്സിലായില്ലേ. ആ പ്രപഞ്ചം വേറെയും നമ്മൾ വേറെയല്ല, നമ്മളതിൻ്റെ ഭാഗമാണ്, മനസ്സിലായി. പിന്നെ വേറെ ഈ ഇതിൽ പറഞ്ഞ വെച്ചാൽ ക്വാണ്ടം തിയറിയിൽ പറഞ്ഞ വെച്ചാൽ ക്വാണ്ടം മെക്കാനിക്സ് അതിൽ പറഞ്ഞ വെച്ചാൽ ഈ മരണം ഇല്ല എന്നാ. നമ്മൾ മരിക്കുന്നത് ശരിക്കും ഒന്നും സംഭവിക്കുന്നില്ല. മരണം എന്ന് പറഞ്ഞാൽ ഒരു ഇല്യൂഷനാണ് അവർ പറഞ്ഞത്. നമ്മൾ മരിക്കുമ്പോൾ നമ്മളില്ലാതാവുന്നില്ല, നമ്മൾ പിന്നെ അതിൻ്റെ ശേഷം ജീവിക്കുകയാണ്. അതായത് അതിൽ എന്താ വെച്ചാൽ മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഒരു കാര്യമുണ്ട്. മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സ് ഒന്ന് മാത്രമല്ല, പാരലായിട്ടുള്ള വേറെ യൂണിവേഴ്സുകളുണ്ടെന്ന് പറഞ്ഞ്, അതായത് പ്രപഞ്ചങ്ങൾ വേറെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുക, ഒരു ട്രെയിൻ ഇങ്ങനെ പോവാന്ന്. ആ ട്രെയിനിനെ പോകുമ്പോൾ ആ ട്രെയിനിൻ്റെ റെയിൽപാത ഡീവിയേഷൻ വേറെ അത് ഇങ്ങനെ മാറ്റിയാൽ ആ റെയിൽ ഇങ്ങോട്ട് തിരിയല്ലോ. അപ്പോൾ വണ്ടി ഇങ്ങോട്ട് പോകും, അല്ലേ, മറ്റേ വണ്ടി നേരെ പോകും. അപ്പോൾ അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് ഡൈവേഴ്സ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകുന്നുള്ളൂ മരണം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് ഇവർ പറഞ്ഞത്. ഇവർ പറഞ്ഞാൽ നമ്മൾ മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ദിവസത്തിൽ ചെറിയ ഡീവിയേഷൻ നടത്തിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ നമ്മൾ ജീവിക്കുകയാണ്, നമ്മൾ വേറെ യൂണിവേഴ്സിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞത്. അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ ഇപ്പോൾ നമുക്ക് എന്തൊക്കെ നല്ല കൺഫ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയും പറയാം. ബാക്കി നിങ്ങൾ ചിന്തിക്കാനുള്ള നമ്മുടെ ഉദ്ദേശം. നമ്മൾ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ പഠിപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ തരാൻ വേണ്ട, നിങ്ങൾ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ പറ്റി സ്റ്റഡി നടത്താൻ വേണ്ട. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.